ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് മൈൻക്രാഫ്റ്റ്. സോ ഗൈസ്, അപ്പോൾ നമ്മളെന്താ ചെയ്യാൻ പോകുന്നതല്ലേ, നമ്മൾ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നെതർ പോർട്ടൽ ഫിനിഷ് ആക്കിയില്ല. അല്ല, എൻ്റെ ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ വേണ്ടിയിരുന്നു. ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ നമുക്ക് കിട്ടിയില്ല ഗൈസ്. സോ ഇപ്പം നമ്മൾ ഇന്ന് ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കി നെതർ പോർട്ടൽ ലൈറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ നമുക്ക് എവിടെയാണ് സ്പോൺ ആവുക എന്നൊക്കെ നോക്കാം ഗൈസ്. ലക്ക് ഉണ്ടെങ്കിൽ ഗൈസ് നല്ല സ്പോൺ കിട്ടും. ലൈക്ക് ബാസ്റ്റിൻ്റെ അടുത്തൊക്കെ കിട്ടിയാൽ അടിപൊളിയാണ്. ഗൈസ്, സോ നമുക്ക് നോക്കാം. അതേവൈസ് ഞാൻ മൈനിങ്ങിന് പോയപ്പോൾ നമുക്ക് 6 ഡയമണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ആർമർ ഉണ്ടാക്കാൻ ഞാൻ സേവ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. സോ ഇനി ഞാൻ മൈനിങ്ങിന് പോകും. ഞാൻ ഓഫ് ക്യാമറയിൽ മൈനിങ് ചെയ്തോളാം. സോ നമുക്ക് ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കാം. ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീലും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. സോ നമുക്ക് ഇനി നമ്മൾ നെതർ പോർട്ടലിൽ പോയി ലൈറ്റ് അപ്പ് ചെയ്യാൻ സുഹൃത്തുക്കളെ. സോ നമ്മൾ നെതർ പോർട്ടൽ ലൈറ്റ് അപ്പ് ചെയ്യാൻ പോകുന്നത് നല്ല സ്പോൺ കിട്ടിയ അടിപൊളി ഗൈസ്. പിന്നെ നമുക്ക് തകർക്കാം. സോ നമ്മളിതാ ലൈറ്റ് അപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് നേരെ നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവയ്ക്കാം ഗൈസ്. കാരണം ചത്താൽ എനിക്ക് വയ്യ ഗൈസ് തിരിച്ചു വരാൻ. സോ ഗൈസ്, നമുക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാം അവിടെ. ഓക്കെ, സോ ഗൈസ് നമ്മൾ വാതിലും കാര്യങ്ങളും തുറന്നിട്ടുണ്ട്. നമുക്ക് ചെസ്റ്റിൻ്റെ അകത്തൊക്കെ നമ്മുടെ സാധനങ്ങൾ ക്രാഫ്റ്റിൻ്റെ അവിടെ ഇടന്നോട്ടെ, വുഡൊക്കെ പോയി അവിടെ നിന്നോട്ടെ ഗൈസ്. കാരണം അതൊക്കെ നമുക്ക് ഇപ്പം വാല്യുബിൾ കാര്യങ്ങളാണ്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചത്തല്ലോ, അപ്പോൾ സാധനങ്ങൾ എടുക്കാനാകുന്നില്ല. കാരണം അത്രയ്ക്കും മോപ്സാണ്. ഒരു സ്കെൽട്ടൻ്റെ കയ്യിൽ എൻ്റെ ഷീൽഡ് ഉണ്ട്, ഒരു സ്കെൽട്ടൻ്റെ കയ്യിൽ എൻ്റെ അയൺ ലെഗിൻസും ഉണ്ട്. പക്ഷേ ഗൈസ് എനിക്ക് എടുക്കാൻ പോയിട്ട് ഞാൻ കുറേ പ്രാവശ്യം ചത്തതിനെ കൊണ്ട് ഞാൻ പിന്നെ മൈനിങ്ങിന് പോയിട്ടാണ് ഈ അയൺ പിക്കാക്സ് ഒക്കെ ഒപ്പിച്ച്. ഓക്കെ, സോ അപ്പം നമുക്ക് ഇത്ര സാധനങ്ങൾ മതി. ഇനി നമുക്ക് പോകാം ഗൈസ് നെതറിലേക്ക്. ഓക്കെ, സോ ഗൈസ് നമുക്ക് പോകാം. ഓക്കെ, സോ നമുക്ക് പോകാം ഗൈസ്. ഓക്കെ, സോ ഗൈസ് അപ്പോൾ നമുക്ക് നെതറിലേക്ക് പോകാം. എൻ്റെ ഷീൽഡ് കൊണ്ടുവയ്ക്കണം. ഗൈസ് നമുക്ക് അയൺ ഇല്ല. ആകെയുള്ളൊരു അയൺ വെച്ചിട്ടാണ് ഞാൻ ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കിയത്. നമുക്ക് ഈ ഷീൽഡ് അവിടെ വെച്ചിട്ട് വരാം ഗൈസ്. പിന്നെ ഉണ്ടാക്കാനുള്ള അയൺ മടിയാണ് ഗൈസ് മൈനിങ്ങിന് പോയാൽ. സോ നമുക്ക് ഈ അയൺ ഷീൽഡ് നമുക്ക് ചെസ്റ്റിൽ വെച്ച് പോകാം. അതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നമുക്ക് ഷീൽഡ് ഇവിടെ വെച്ച് പോകാം ഗൈസ്. നമുക്ക് എന്തായാലും ഈ വേൾഡ് നെതറൈറ്റ് ആർമർ എന്തായാലും ഉണ്ടാക്കണം ഗൈസ്. ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് ഗൈസ്, ഈ വേൾഡ് നമ്മൾ നെതറൈറ്റ് ആർമർ എന്തായാലും ഉണ്ടാക്കണം. സോ ഗൈസ് അപ്പോൾ നമുക്ക് പോവാം. സോ നല്ല സ്പോൺ കിട്ടിയതിനും. സോ നമ്മളിതാ നെതർ പോർട്ടലിലേക്ക് കയറാൻ പോകുന്നു. ആക്സ് പിടിച്ചേക്കാം. ക്രൗച്ച് ഇടയ്ക്ക് സാധ്യം വന്നാൽ അടിക്കാനുള്ളതാണ് ഗൈസ്. ചെറുതായിട്ടിങ് വേൾഡാണ്. കുറച്ച് നേരം എടുക്കും ഗൈസ്. കുറച്ച് നേരം എടുക്കും ഗൈസ്. വെയിറ്റ് ചെയ്യുക ഗൈസ്. കുറച്ചധികം നേരം എടുക്കും ഗൈസ്. വെയിറ്റ് ചെയ്യുക. ഇപ്പം കഴിയും ഗൈസ്. ഗൈസ് നമ്മൾ സ്പോൺ ആയിട്ട് 2000 years later. ഗൈസ് നമ്മൾ നെതർ ഫോർട്രസിൻ്റെ അടുത്താണ് ഈ സ്പോണായി. എനിക്കൊന്നും പറയാനില്ല ഗൈസ്. ഇനി കാര്യങ്ങളൊക്കെ എളുപ്പമായി. ഇനി നമുക്ക് ബ്ലേസിനെ കൊല്ലാൻ. എൻ്റെ മോനെ ഇനിയിപ്പോൾ നെതർ ഫോർട്ട് കണ്ടുപിടിച്ച് വരേണ്ട ആവശ്യമില്ല. ബാസ്റ്റിനും കൂടി അടുത്തുണ്ട്. അടിപൊളി, ഒന്നും പറയാനില്ല. അത് നമുക്ക് നെതർ ഫോർട്രസ് അയൺ ആർമറായിട്ട് നമുക്ക് നെതർ ഫോർട്രസ് പോട്ടോ. അല്ലാണ്ട് ഇപ്പോഴേ പോയാൽ വെറുതെ ആണ് ചാവേണ്ടി വരും. എങ്ങനെയൊക്കെയോ 10 XP കിട്ടിയേക്ക്, അതും കൂടി ഉണ്ടാക്കണ്ട. സോ നമുക്കിപ്പോൾ നെതർ ഫോർട്രസിലേക്ക് പിന്നെ പങ്കീസ്. അപ്പോൾ നമുക്ക് വേറൊരു ദിവസം പോകാം. ജസ്റ്റ് അടുത്ത വീഡിയോ ഹാർഡ് കോറിൻ്റെ വേണോ അതോ സർവർ സീരീസിന് വേണോ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യിക്കേ. സോ ഇപ്പോൾ ഇന്നത്തെ വിടുത്തലുള്ള കേസ് ഇപ്പം നെതർ ഫോർട്ടിൽ കണ്ടുപിടിച്ച് നെതർ ഫോർട്രസ് എൻ്റെ മോനെ. അതായത് ഞാൻ വിചാരിച്ചില്ല കണ്ടുപിടിക്കാനോ ഒന്നും. ഓക്കെ, എന്താ പറയുക കേസ്, എന്താ ചിലപ്പം നമ്മളെ വേൾഡിൻ്റെ സീഡ് കാരണമായിരിക്കും. എൻ്റെ മൈൻക്രാഫ്റ്റിലെ നെയ്മർ ടാഗാണ് ഞാൻ ഇട്ട്, അതിനെക്കൊണ്ടായിരിക്കും കേസ് ഇത്രയും ലക്ക്. എനിക്കറിയാം, സീരിയസ്ലി പറയാം കേസ്, എനിക്കറിയില്ലായിരുന്നു ഇവിടെയാണ് നെതർ ഫോർട്രസ് ഉള്ളതെന്ന്. ഞാൻ വെറുതെ ഒന്ന് പോർട്ടൽ അവിടെ സെറ്റ് ചെയ്ത് ഇതാക്കിയാണ്. പേഴ്സണൽ ഇവിടെ ഇത്രയുള്ള വീഡിയോ ലൈക്ക്